2023 ജനുവരിയില് കേവലം 2-3 മാസത്തേക്ക് 50 കുട്ടികളുമായി ഹിസ്റ്ററി ക്ലാസ്സുകളിൽ തുടക്കം കുറിച്ച് അതിൽ 25 കുട്ടികൾ അഡ്മിഷൻ നേടിയതോടെ 2024 CUT PG കോച്ചിംഗ് ക്ലാസ്സുകൾ 320 കുട്ടികളും ആയുള്ള ബാച്ചായി തുടങ്ങി. അതിൽ 294 പേരും പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായിട്ട് അഡ്മിഷൻ നേടി. 94% സക്സസ് റേറ്റോടെ 2025 800ഓളം കുട്ടികളുമായി CUT, UG, PG, നെറ്റ്, CSIR നെറ്റ് എന്നിവ ക്ലിയർ ചെയ്ത് 600-ലധികം കുട്ടികൾ രാജ്യത്തിന്റെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടി. സോ IIT, NIT, ഐസർ, മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്നിങ്ങനെ എല്ലായിടത്തും എൻലേൺ അക്കാഡമി അവരുടെ കൈമുദ്ര പതിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ വളരെ കുറഞ്ഞ ചിലവിൽ മികച്ച വിദ്യാഭ്യാസം, ബെറ്റർ എഡ്യൂക്കേഷൻ ഇൻ ആൻ അഫോർഡബിൾ ആൻഡ് ഫീസിബിൾ കോസ്റ്റ് എന്ന മോട്ടോയുമായി എൻലേൺ അക്കാഡമി ഇന്നും ഇറ്റ്സ് കണ്ടിന്യൂയിങ് ഇറ്റ്സ് ജേർണി ഇൻ എ ഹ്യൂജ് സക്സസ് വേ. സോ നമുക്ക് ഇന്ന് ലെറ്റ്സ് വെൽക്കം മികച്ച ഉയർന്ന റാങ്കുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എല്ലായിടത്തും മറ്റ് പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ IIT, JAM തുടങ്ങിയ എല്ലാ യൂണിവേഴ്സിറ്റികളിലും PG ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ 2 സ്പീക്കേഴ്സ് ഈ ഒരു സെഷനിൽ നമുക്ക് വേണ്ടി നിങ്ങൾക്ക് ഓറിയന്റേഷൻ നൽകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിൽ തന്നെ ഞാൻ സ്പീക്കേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യമായി തന്നെ നമ്മുടെ കൂടെ ഉള്ളത് ഗേറ്റ് 2024, ഗേറ്റ് 2025 ക്വാളിഫൈഡ് ആയിട്ടുള്ള NIT കാലിക്കറ്റിൽ നിന്നും MSc കെമിസ്ട്രി, ഇപ്പോൾ കറന്റ്ലി യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലേക്ക് കെമിസ്ട്രിയിൽ PhD ചെയ്യാൻ പോകുന്ന മിസ് ഫാത്തിമ തൻഹ TN. ലെറ്റ്സ് വെൽക്കം ഫാത്തിമ തൻഹ TN ടു ദിസ് സെഷൻ. രണ്ടാമതായി നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ കറന്റ്ലി NIT മിസോറാമില് കെമിസ്ട്രിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് സനിൽ CN ആണ്. ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് സനിൽ. സോ രണ്ടുപേരും ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. രസതന്ത്രത്തിന്റെ വലിയൊരു ലോകത്തിലേക്ക് ഓറിയന്റേഷൻ നൽകാൻ വേണ്ടിയിട്ട് വെൽക്കമിങ് ഫാത്തിമ തൻഹ, ഓവർ ടു യു. സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ? ഹലോ ഹലോ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോ അന്ന പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാരും ഐദർ BSc കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ BSc പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. എന്താണ് MSc സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങളിപ്പം എന്തായാലും MSc അപ്പൊ BSc കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം എങ്ങനെ നമുക്ക് മാസ്റ്റേഴ്സ് നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിന്ന് എടുക്കാൻ പറ്റും, അതെടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക IIT ജാമിനെ കുറിച്ചായിരിക്കും. സനിലായിരിക്കും കൂടുതൽ CUET PGനെ കുറിച്ച് പറയുന്നുണ്ടാവുക. അപ്പം ഞാന് ഇപ്പം ജസ്റ്റ് MSc കഴിഞ്ഞിട്ട് ഈ വർഷം 2025 പാസ് ഔട്ട് ആണ്. ഞാനിപ്പോ ഏകദേശം ഇത് 3-ാമത്തെ വർഷമാണ് ഞാൻ എൻലേണില് ഫാക്കൽറ്റി ആയിട്ട് ഉള്ളത്. ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കെമിസ്ട്രിയിൽ ഇവിടെ ഫാക്കൽറ്റി ആയിട്ടുണ്ട്. അപ്പോ എന്താണ് ഞാനിപ്പം ഈ ഒരു സക്സസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ എൻലേണിന്റെ സക്സസ് ഫ്രം ദി ഫസ്റ്റ് ഓൺവേർഡ്സ് ഐ ഹാവ് ബീൻ സീൻ. പിന്നെ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഈവൻ NITസിൽ പോലും കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ട്. അപ്പോ ആദ്യം നമുക്ക് എന്തിനാണ് നമ്മൾ ഇത്തരം IITസിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും നമ്മൾ എന്തിനാ MSc ചെയ്യുന്നത്? നമുക്ക് ഇവിടെയും കോളേജസ് ഉണ്ടല്ലോ. നമുക്കിപ്പം നമുക്കറിയാം നാട്ടിലും കുറെ കോളേജസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ പുറത്തു പോയി പഠിക്കുന്നത്? അത് പുറത്തു പോയി പഠിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളതായിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോ നിങ്ങൾക്കറിയാം ഇപ്പം നമ്മളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ടോപ്പ് ടയർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് IITs ആണ് അല്ലെ. IITs, പിന്നെ അത് കഴിഞ്ഞിട്ട് NITs, പിന്നെ ഐസേഴ്സ്, നൈസേഴ്സ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അങ്ങനെയാണ് നമ്മുടെ ഏകദേശം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ പോകുന്നത്. അപ്പോ ഇവര് തമ്മിൽ നമ്മുടെ ഈ നോർമൽ യൂണിവേഴ്സിറ്റീസും ഈ IITസും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ തന്നെ കൂടുതൽ ഫണ്ടിങ് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും, പിന്നെ അതുപോലെ തന്നെ
അവിടെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നമ്മളെ ഗ്രോത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സബ്ജക്റ്റിൽ തന്നെ ഏറ്റവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു Q&A സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം എന്താണ് നമ്മൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ എന്താണ് ഞാൻ പറയാത്തതും പറയണമെങ്കിൽ എന്താണ് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നന്നാവാം. അപ്പോൾ നമ്മുടെ ഈ സബ്ജക്റ്റിൽ തന്നെ നമ്മളിപ്പം ഈ കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാരാണ് അല്ലെ, BSc ലെവലിൽ കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയാനും, പിന്നെ അത് തന്നെ ലാബ് നമ്മളിപ്പോ നോർമൽ കോളേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇനോർഗാനിക്കിന്റെ ലാബ് ഉണ്ടാവും, ഫിസിക്കലിന്റെ ലാബ് ഉണ്ടാവും, ഒരു ഓർഗാനിക്കിന്റെ ലാബ് ഉണ്ടാവും. ഈ 3 ലാബിൽ വെറും ചുരുങ്ങി കിടക്കുകയാണ് നിങ്ങളുടെ ലബോറട്ടറി ഫെസിലിറ്റീസ്. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള ഒരു കോളേജിൽ പഠിച്ചിട്ട് പിന്നെ ഞാൻ NIT പോയ ആളാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ പറയാം, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം നമ്മൾ നോർമൽ ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ആ ലബോറട്ടറി ഫെസിലിറ്റീസ് ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ സബ്ജക്റ്റിനോടുള്ള എക്സ്പോഷർ വളരെ കുറവാണ് അല്ലെ. നമ്മൾ ഇതാണ് സബ്ജക്ട്, അത്ര മാത്രമേ നമ്മൾ അറിയുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറമുള്ള ഒരു വേൾഡ് നമ്മൾ കാണുന്നുണ്ടാവില്ല. അപ്പോ ഇത്തരം ഈ IITസിലും NITസിലും പോയുള്ള മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റിലെ അത്രയും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവും. നമ്മളെ ഫാക്കൽറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, നമ്മളെ വേൾഡിൽ തന്നെ ടോപ്പ് QS റാങ്കിങ് ഒക്കെ കൂടുതൽ ടോപ്പ് 10 ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പോസ്റ്റ് ഡോക്കും അതേപോലെ തന്നെ PhDയും ഉള്ള സാറുമാരായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പം നടക്കുന്ന റിസർച്ച് എന്താണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ്. നമ്മളെ കൂടെ പഠിക്കുന്ന ആൾക്കാർ ഒരു പൂൾ, നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ കുറച്ചും കൂടെ എന്താണ് കൾച്ചറൽ എക്സ്ചേഞ്ച് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കരിക്കുലം, നമ്മുടെ ഈ IITs NITs അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ കരിക്കുലം എന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കരിക്കുലാണ്. ഇപ്പൊ ഗേറ്റ്, CSIR നെറ്റ്, അങ്ങനെ ഇപ്പൊ നമുക്കറിയാം ഈ CSIR നെറ്റിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നെറ്റ്, ലെക്ചർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ JRF, PhD only, അങ്ങനെ ഇപ്പൊ കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ അത്തരം എന്താണ് നാഷണൽ എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിലബസ് ആണ് ഇവര് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പം നമുക്ക് ആർക്കും അത്ര വലിയ ഐഡിയ ഉണ്ടാവില്ല ഇങ്ങനെ ഇപ്പം ഫിസിക്കൽ കെമിസ്ട്രിയിലോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മളെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ ഇത് മാത്രമേ നമുക്ക് അറിയുന്നുണ്ടാവുള്ളൂ ആസ് എ BSc സ്റ്റുഡന്റ്. പക്ഷെ ഇതിലും കൂടുതൽ റിസർച്ച് ഏരിയാസ് ഉണ്ടെന്നും, പിന്നെ നമുക്ക് കുറെ കൂടുതൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇതാണെന്നും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇത്തരം യൂണിവേഴ്സിറ്റീസ്. പിന്നെ നമ്മൾ പൊതുവെ കാണുന്ന ഒരു ഇതാണ് അവിടെ ഭയങ്കര പഠിക്കുന്ന കുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലമൊന്നുമല്ല. നിങ്ങൾക്ക് പഠിത്തത്തോടൊപ്പം തന്നെ കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ കുറെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പ്ലേസ്മെന്റിന്റെ കാര്യമാണ്. ഇപ്പം NITസും IITസും എടുക്കുകയാണെങ്കിൽ പ്ലേസ്മെന്റ്സ് ഉണ്ടാവും. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹലോ പ്ലേസ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം IITസും NITസിന്റെ മെയിൻ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ബിടെക് ഗ്രാജുവേറ്റ്സ് പഠിക്കുന്ന കോളേജാണ്. അപ്പോൾ അവർക്ക് വരുന്ന പ്ലേസ്മെന്റ് ആർക്ക് വരും? MSCക്കാർക്കും കുറച്ച് കമ്പനീസ് ഒക്കെ MSCക്കാരെയും ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റും? അത്തരം പ്ലേസ്മെന്റിലൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എന്റെ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 30 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ ഏകദേശം 7 പേര് ഓരോ കമ്പനീസിലായിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ കുറെ പേര് പുറത്ത് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്തപ്പം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കിപ്പം MSc ഞാൻ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ ഈ ഒക്ടോബറിൽ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലേക്ക് പോകാനിരിക്കുക. അപ്പൊ നമ്മുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മളെ CV കുറച്ചും കൂടെ ബിൽഡപ്പ് ആവും. നമ്മൾ നല്ല സാറുമാരെ കൂടെ പ്രൊജക്ട് ചെയ്യുമ്പോഴും, അതേപോലെ തന്നെ നല്ല ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുകയാണെങ്കിൽ. പിന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും IITs ആണെങ്കിലും നമ്മളെ പ്രൊഫൈൽ കുറച്ചും കൂടെ ബിൽഡപ്പ് ആവും, അല്ലെങ്കിൽ നമുക്കൊരു കരിയർ ഗ്രോത്ത് ഇൻഡയറക്ട്ലി നമുക്ക്
ഉണ്ടാവും ഇത്തരം യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ. പിന്നെ നമ്മൾ തന്നെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു IIT NIT ടാഗ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ IIT-യിലാണ് പഠിച്ചത്, IIT ആണ്. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് കുറച്ചും കൂടെ എവിടെ പോയാലും ഒരു വാല്യൂ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞതാണ്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷെ ഇതുകൊണ്ടാണ് നമ്മൾ നോർമൽ യൂണിവേഴ്സിറ്റീസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. നമ്മൾ നോർമൽ യൂണിവേഴ്സിറ്റി നമ്മളെ കോളേജിൽ പോകുന്നതിന് പകരം നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യണം. നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തായാലും ഷുവർലി യു ഷുഡ് ചൂസ് IITs. ഫസ്റ്റ് ടോപ്പ് ആയിട്ട് കിടക്കുന്നത് IITs ആണ്. പിന്നെ നമ്മൾ NITs ചൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഐസേഴ്സും കുഴപ്പമില്ല. റിസർച്ച് ഓറിയന്റഡ് ആണെങ്കിൽ ഐസേഴ്സും ബെറ്റർ ഓപ്ഷൻ ആണ്. ഐസേഴ്സ് പിന്നെ നമ്മൾ എന്താക്കണം, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പം ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്തരം യൂണിവേഴ്സിറ്റീസിൽ എത്താന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഏകദേശം 23 IITs ഇന്ത്യയിൽ ഉണ്ട്. അവിടെയൊക്കെ ഒരുവിധ എല്ലാ IITസിലും എന്തുണ്ട്, MSc കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, MSc കെമിസ്ട്രി ഇപ്പം ന്യൂലി ആഡഡ് ആയിട്ടുള്ള കോഴ്സാണ്. ന്യൂലി ആഡഡ് അല്ല, ഒരു 2018 2015 ആ സമയം മുതലുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഫ്ലറിഷ് ആയിട്ട് നന്നായിട്ട് റിസർച്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഒരുവിധം എല്ലാ IITസിലെയും NITസിലെയും. പിന്നെ ഐസേഴ്സ് ഏകദേശം എന്താണ് ഇത്രയും 23 IITs. പിന്നെ നിങ്ങൾക്കറിയാം ബാംഗ്ലൂരിലെ IISc, JNCSR, പിന്നെ 31 NITs, 7 ഐസേഴ്സ്, പിന്നെ നൈസർ. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് ഏത് എക്സാം വഴിയാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ IIT JAM എക്സാമിനേഷൻ ത്രൂ ആണ് ഇവിടേക്കൊക്കെ MSc അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, JAM സ്കോർ വെച്ചിട്ടാണ് ഇവിടേക്കൊക്കെ MSc എടുക്കുന്നത്. അപ്പോ നമുക്ക് MScയിൽ തന്നെ കുറെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പക്ഷെ മെജോറിറ്റി NITസിലും IITസിലും MSc കെമിസ്ട്രി അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തതാണ് പൊതുവെ കണ്ടുവരുന്നത്, മെജോറിറ്റി. പക്ഷെ ചില IITസിൽ എന്താണ് ജോയിന്റ് PhD പ്രോഗ്രാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ IISc ബാംഗ്ലൂരിൽ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐസേഴ്സിലും ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ചില സ്ഥലത്ത് MSc MTech ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂക്ലിയർ മെഡിസിനിലുണ്ട്. പിന്നെ ഇത്രയും സ്പെഷ്യലൈസേഷൻസ് ആണ് IITs പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ IIT JAM എക്സാമിനേഷന്റെ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ നമുക്ക് 3 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, ആസ് യൂഷ്വൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അത്ര ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം അല്ല. പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞാല് നോർമൽ സ്റ്റുഡൻസിന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മടിയോണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഭയങ്കര ടഫ് ആയിട്ടുള്ള എക്സാം ആണ്, ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ നോർമലി പറഞ്ഞു വരുന്ന ഒരു, അല്ലെങ്കിൽ BSc പഠിക്കുന്നതോടൊപ്പം ഇത് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. പക്ഷെ ഇത് അത്ര വലിയ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ഒന്നല്ല. നമുക്കറിയാം 100 മാർക്കിലാണ്, ടോട്ടൽ 100 മാർക്സിലാണ് IIT JAM എക്സാമിനേഷൻ വരുന്നത്. അതിലിപ്പോ കട്ട് ഓഫ് ഏകദേശം വരിക ഒരു 30 ബിലോ ആണ് കട്ട് ഓഫ് നോർമലി വരിക. ഇപ്പൊ ക്വാളിഫൈ ആവാന്ന് മാത്രമാണെങ്കിൽ ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഡീൽ. അത്യാവശ്യം നല്ലൊരു സ്കോർ വെച്ച് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല IITസിലും NITസിലും ചേരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 30+ അല്ലെങ്കിൽ ഏകദേശം 40ന്റെ അടുത്ത് അല്ലെങ്കിൽ 30+ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 35, അത് ഓരോ ഇയറിന്റെ ടഫ്നെസ് ലെവൽ അനുസരിച്ചിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം അല്ല. നമ്മൾ ക്ലിയർ ആയിട്ട് അതിന്റെ സെക്ഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സെക്ഷൻ A എന്ന് പറയുന്നത് MCQ ആണ്. there will be 4 options for each question, നമ്മൾ പറയുന്ന പോലെ തന്നെ. പിന്നെ അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ 30 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അപ്പൊ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് MCQ ആണ്. അപ്പോ അത് നമ്മൾ കുറച്ചും കൂടെ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ അറിയില്ല എന്നെങ്കിൽ വിട്ടു നമ്മൾ വെറുതെ അറ്റംപ്റ്റ് ചെയ്യരുത്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ MSQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ടീവ് ക്വസ്റ്റ്യൻ. അപ്പൊ ദർ വിൽ ബി മോർ ദാൻ വൺ കറക്റ്റ് ആൻസർ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. അപ്പോ എന്താണ്, ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈസിലി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ രണ്ട് ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ ഇഫ് ദർ ഇസ് 3 ഓപ്ഷൻസ് കറക്റ്റ്, നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് എന്താണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിലും നമുക്കത് റോങ് ആയിട്ടാ പോവാ. പക്ഷെ വൺ പോസിറ്റീവ് തിങ് ഇസ് ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. അപ്പൊ നമുക്ക് അറ്റംപ്റ്റ് ചെയ്തിടാം ഏത് MSQ. പിന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, അതിന്റെ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിനും നെഗറ്റീവ് സ്കോറിംഗ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ 10.5 ആണെങ്കിൽ നമ്മുടെ ആൻസർ കീയിൽ ഏകദേശം ഉണ്ടാവും 10 to 11 ആൻസേഴ്സ് എഴുതുകയാണെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മാർക്ക് കൊടുക്കാം എന്നുള്ളതായിരിക്കും അതിന്റെ ആൻസർ കീ. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഏത് ഈ നോർമലി ഫിസിക്കൽ കെമിസ്ട്രി ഇനോർഗാനിക് ഒന്നും വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പം ഓരോരുത്തരെ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് അറിയുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് ഓർഗാനിക് കെമിസ്ട്രി ടഫ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഫിസിക്കൽ കെമിസ്ട്രി ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് അറിയുന്ന നമ്മുടെ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്സസ് നമ്മൾ ആദ്യം നോട്ട് ഔട്ട് ചെയ്യുക. നമ്മുടെ സ്ട്രെങ്ത് ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ കൂടുതലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അത് ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് IIT JAM എക്സാം. നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഏതാണോ അതിൽ നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ IIT JAMന് പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ IIT JAMന്റെ സിലബസ് ആണ് ഇപ്പം നോർമൽ നമ്മൾ BSc പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് IIT JAMന്റെ സിലബസും. പിന്നെ കുറച്ച് ഒരു നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഈ BSc എക്സാംസിനൊക്കെ നമ്മൾ ഈ ഭയങ്കര തിയറി ടൈപ്പ് എക്സാംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ, അല്ലെ? നമ്മളിപ്പം ഏത് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മളെ യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിനേഷൻ നമ്മൾ എന്താണ് ഈ തിയറി ടൈപ്പ് എഴുതി essay എഴുതി ഉണ്ടാക്കുന്ന മാർക്കാണ്. അല്ലെങ്കിൽ നമ്മൾ തലേന്ന് പഠിച്ച് പോയി പിറ്റേന്ന് എഴുതുന്ന എക്സാം ആയിരിക്കും. ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ആ ലെവലിൽ പഠിച്ചാൽ പോരാ, കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അതല്ല, നമ്മൾ കുറച്ചും കൂടെ ടോപ്പിക് അറിഞ്ഞിട്ട് വേണം ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് BScയോടൊപ്പം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, വെറുതെ ഒരു ഇയർ വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം IIT JAMനില്ല. അപ്പം BSc പഠിക്കുന്ന പിള്ളേരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ അപ്പുറം തന്നെ ഇത് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സോൾവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ എക്സാംസും ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ CUET ഒക്കെ എക്സാംസ് IIT JAMന് പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ ഈസി ആയിട്ട് CUETക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഗേറ്റും ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ തേർഡ് ഇയറിൽ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഗേറ്റ് എഴുതി കഴിഞ്ഞാൽ ഗേറ്റും ക്വാളിഫൈ ചെയ്യാൻ സുഖമാണ്. കാരണം IIT JAMന്റെ സിലബസ് തന്നെയാണ് ഇപ്പൊ ഗേറ്റിനും. ഇപ്പൊ നിങ്ങൾ ഭാവിയിൽ ഇനിയിപ്പോ നെറ്റ് എഴുതുകയാണെങ്കിലും ഇതേ സിലബസ് തന്നെയാണ്, സിലബസിൽ അഡീഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഗുണങ്ങളാണ് IIT JAM എക്സാമിന് ക്രാക്ക് ചെയ്തുകൊണ്ടുള്ള ഇതെന്ന് പറഞ്ഞാല്. പിന്നെ ബാക്കി നമ്മള് CUET PGനെ കുറിച്ച് സനിൽ പറയുന്നാണ് പറഞ്ഞത്. സനിൽ ജോയിൻ ആയിട്ടുണ്ടോ? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ തന്നെ നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് ജാം എന്താണ്, ജാമിന്റെ സിലബസ് എന്താണ്, അതുപോലെ നിങ്ങൾ എങ്ങനെ ജാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തരത്തിൽ നിങ്ങൾക്ക് IITസിൽ എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാം തന്നെയാണ് CUT എന്ന് പറയുന്നത്. CUT ത്രൂ നമുക്ക് എന്താണ് ഒരുപാട് നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു അഡ്മിഷനാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അവരുടേതായിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരുന്നു, എൻട്രൻസ് എക്സാമുകൾ ഉണ്ടായിരുന്നു. സോ ഇപ്പൊ നമുക്ക് CUT എന്ന് പറയുന്ന ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഈ CUT എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്തുന്നതുകൊണ്ട് തന്നെ 1, 2, 3 യൂണിവേഴ്സിറ്റികൾ മാത്രമേ എന്തുള്ളൂ പുറത്തു വരുന്നുള്ളൂ. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളും എന്താണ് ഈ CUTന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു വേ എന്ന് പറയുന്നത് എന്താ, ഒറ്റൊരു CUT എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു അഡ്മിഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. കാരണം നമ്മൾ 2-3 വർഷങ്ങൾക്ക് മുന്നേ ഈ CUCET എന്നതിന്റെ പേരുണ്ടായിരുന്നത്. അപ്പൊ ആ പേരിൽ വരുമ്പോൾ എന്താണ് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ.
ഈവൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റി എന്നത് പോലെ അവരുടേതായിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിക്ക് അവരുടേതായിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു. അതുപോലെ ഹൈദരാബാദ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിനും അവരുടേതായിട്ടുള്ള എക്സാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഫീ അടച്ച് സെപ്പറേറ്റ് എക്സാം എഴുതേണ്ട ആവശ്യം വന്നിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ പോണ്ടിച്ചേരി ആണെങ്കിലും ഹൈദരാബാദ് ഒക്കെ ഈ ഒരു CUT അണ്ടറിൽ പെടുത്തിയത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസിയർ ആണ് നമുക്ക്. കാരണം വെറുതെ പൈസ കളഞ്ഞിട്ട് നമ്മൾ ഓരോ എക്സാമിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റൊന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഇതിലേക്കൊക്കെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് CUT കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ IITസിന്റെ പോലെ തന്നെ വളരെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ നല്ല പീർ അലുമിനീസും ഒക്കെ ഉള്ള വളരെ സ്ട്രോങ് ആയുള്ള അലുമിനീസ് ഒക്കെ എന്തുണ്ടാവും നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് എന്തുകൊണ്ടും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഈ IITs പോലെ തന്നെ CUT സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ നമ്മൾ കെമിസ്ട്രി പറയുന്നതുകൊണ്ട് തന്നെ MSc കെമിസ്ട്രി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. നിങ്ങളിപ്പോൾ CUT എഴുതി നിങ്ങൾ ക്രാക്ക് ചെയ്തു, നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ഒക്കെ വന്നപ്പോൾ കട്ട് ഓഫിനെ മാത്രം അതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോകാൻ പറ്റുന്ന, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 4-5 യൂണിവേഴ്സിറ്റികളെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നോക്കാം. അത് ഫസ്റ്റ് വൺ ആണ് എന്ത്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. വളരെ ചീപ്പായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി. വളരെ ചീപ്പ് മീൻസ് നമുക്ക് ഫീസ് ഒക്കെ വളരെ ചീപ്പാണ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ചിന്തയുണ്ട്. അപ്പൊ IITs ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഫീ ഉണ്ട്. ഫീസ് സ്ട്രക്ചർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും ഈ IITs NITസിലൊക്കെ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും അതുപോലെ അക്കാഡമിക് ഫീസ് ഒക്കെ അത്യാവശ്യം വരും. പക്ഷേ ഈ ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഫീസ് എന്താ വളരെ കുറവാണ്. അത് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ തന്നെയാണ്, ഫീസ് വളരെ കുറവാണ്. ഈവൻ അത് നമ്മൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അതിനേക്കാട്ടിലും കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വളരെ ഇപ്പോൾ ഈവൻ ഹോസ്റ്റൽ ഫീസ് ചിലപ്പോൾ ഒരു 2000 3000 അത്രേ വരുള്ളൂ. ചിലപ്പോൾ അതിനെന്തുണ്ടല്ലോ ഹോസ്റ്റൽ അക്കോമഡേഷൻ ഫീസ് ഉണ്ടാവില്ല. ഈവൻ ഫുഡിന് ഫീസ് മാത്രമായിട്ട് അങ്ങനെയൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാം. അത് ഞാൻ ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ വളരെ ചീപ്പാണെന്ന് പറയാം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. സോ നമുക്ക് CUT എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അഥവാ കട്ട് ഓഫ് ഉണ്ടാവുമല്ലോ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലേയും കയറാനുള്ള കട്ട് ഓഫ്. അത് CUTന്റെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുമ്പോൾ 190 210 മാർക്കാണ്. ഈവൻ നമ്മൾ 2023 ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ റേഞ്ച് വേണം. ഈവൻ നിങ്ങൾക്കൊരു 180 to 200 ഉള്ളിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും, ഈവൻ ഞാൻ പറയാൻ പോകുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെന്റും ലാബ്സും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന നിങ്ങളുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയെക്കാട്ടും എത്രയോ ബെറ്റർ ആയിരിക്കും ഓരോ യൂണിവേഴ്സിറ്റി. നമ്മളൊരു കോളേജ്, നമ്മളിപ്പോൾ ഒരു നാട്ടിലുള്ള ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ നാട്ടിലത്തെ ഒരു കോളേജിന്റെ വലിപ്പം ഉണ്ടാവും. അത്രയും വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ കെമിസ്ട്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ കണ്ട പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഒരുപാട് എന്തുണ്ടാകും, അപ്പോൾ അനലിറ്റിക്കൽ കെമിസ്ട്രി അതുപോലെ പ്യുവർ കെമിസ്ട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അനലിറ്റിക്കൽ കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സബ് ബ്രാഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയൊരു ബ്ലോക്ക് തന്നെ ആയിട്ട് എന്തുണ്ടാവും, കെമിസ്ട്രിക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫാക്കൽറ്റീസും ഡിപ്പാർട്ട്മെന്റും ലാബ്സും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഫാക്കൽറ്റീസ് ഒക്കെ വളരെ ഇപ്പൊ നാട്ടിലത്തെ ഫാക്കൽറ്റീസിനെ അപേക്ഷിച്ച് നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പുറത്ത് പോയിട്ട് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ PhDയും PDF ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ നോളജ് ഗെയിൻ ചെയ്തിട്ടുള്ള കുറെ ആളുകളാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കാൻ വരുന്നത്, നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈവൻ നമുക്ക് ഒരുപാട് ഇന്റേൺഷിപ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. കാരണം ഓരോരോ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ആണ് എന്തിനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റീസും പറയുമ്പോൾ ഈ ഫാക്കൽറ്റീസും ലാബും കാര്യങ്ങളും പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. ഓക്കെ, പിന്നെ സ്പെഷ്യലൈസേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും കാലം പഠിച്ച BSc ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ കെമിസ്ട്രി ആയിരിക്കും, അഥവാ ഓർഗാനിക്കും ഇൻഓർഗാനിക്കും ഫിസിക്കലൊക്കെ വരുന്ന ഒരു പ്യുവർ കെമിസ്ട്രി സിസ്റ്റം ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാകും. ബട്ട് ഈവൻ MScയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും, ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ഈവൻ ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, ഹൈഡ്രോ കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി എന്ന് പറയുന്ന പോലെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കൂടുതൽ അവിടെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലും ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും ഫിസിക്കൽ കെമിസ്ട്രിയിലും അനലിറ്റിക്കൽ കെമിസ്ട്രിയിലുമാണ്. ഓക്കെ, അപ്പൊ ഈ 4 കെമിസ്ട്രീസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആകുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഇതൊന്നും നിങ്ങൾ എന്തിനു ബാധിക്കൂല, CUT അപ്ലൈ ചെയ്യാറുണ്ട്, CUT എക്സാം എഴുതുമ്പോൾ ബാധിക്കൂല. നിങ്ങൾ CUT എക്സാം വളരെ വൃത്തിക്ക് എല്ലാവരും എഴുതുന്ന പോലെ എഴുതുക. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ CUTന്റെ മാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ ഓരോ പോർട്ടലുകൾ ഓപ്പൺ ആവും. ആ പോർട്ടലുകൾ ഓപ്പൺ ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിലേക്കൊക്കെ ചിന്തിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു
യൂണിവേഴ്സിറ്റി JNU പറഞ്ഞു കഴിഞ്ഞാൽ JNU ഒരു ഡൽഹിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ നമുക്ക് ഈസിയർ ആണ്. എത്രയും ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു ന്യൂഡൽഹിക്ക് ഒരു ട്രെയിൻ പിടിക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നേരെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സിമിലർ തന്നെയാണ് നമ്മൾ BHUവിന്റെ കട്ട് ഓഫ് പറയുന്ന പോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫും ഏതാണ്ട് ഒരു 180 to 200 റേഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യാം കട്ട് ഓഫ് വരെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്കൽറ്റീസും ലാബും നമ്മൾ JNU പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് നല്ല സ്ട്രോങ് അലുമിനീസും അതുപോലെ തന്നെ ഒരുപാട് ലാബ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ അതാണ് നമുക്ക് ഓരോരോ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു JNU എടുക്കുകയാണെങ്കിൽ മെയിൻലി ഓർഗാനിക് കെമിസ്ട്രി, എൻവയോൺമെന്റൽ കെമിസ്ട്രി, അതുപോലെ മെറ്റീരിയൽ കെമിസ്ട്രി, ഇതൊക്കെ ഓരോ കെമിസ്ട്രിയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഇവർ ഈ 3 കെമിസ്ട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ എൻവയോൺമെന്റൽ കെമിസ്ട്രി ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും JNUവിൽ എൻവയോൺമെന്റൽ കെമിസ്ട്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ തേർഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രി, ഏറ്റവും നല്ലൊരു കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. കെമിസ്ട്രി എന്ന് മാത്രമല്ല സയൻസ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഹൈദരാബാദിന്റെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൗത്തിൽ സിറ്റുവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോയി വരാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. കാരണം നിങ്ങളൊരു CUT എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഉറപ്പൊന്നും ഉണ്ടാവില്ല. അതിനനുസരിച്ച് നിങ്ങൾ ഹൈദരാബാദ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ചൂസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഞാൻ പറയും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഈവൻ നമ്മൾ കെമിസ്ട്രിയിൽ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ദെൻ അടുത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പഞ്ചാബ്. ഇതുപോലെ പഞ്ചാബിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പഞ്ചാബിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിസിനൽ കെമിസ്ട്രി അത് വളരെ നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് അവർ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതലും ഫോർവേഡ് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിക്കാണ്. അപ്പോൾ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ മെഡിസിനൽ കെമിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, തിയററ്റിക്കൽ കെമിസ്ട്രി പറയുന്നുണ്ട്, പിന്നെ അപ്ലൈഡ് കെമിസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്പെഷ്യലൈസേഷനിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ താല്പര്യമുണ്ട് മെഡിസിനൽ കെമിസ്ട്രി നിങ്ങൾക്ക് MSc എടുത്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ JNU പോലെ തന്നെ ഡൽഹിയിൽ സിറ്റുവേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ് നിങ്ങൾക്ക്. പിന്നെ അവർ കൊടുക്കുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇവരുടെ കട്ട് ഓഫ് മാർക്കൊക്കെ ഓരോ ഇയറിലും വേരി ചെയ്യും കേട്ടോ. അത് നമ്മൾ കട്ട് ഓഫ് ഇത്ര മേടിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ നോക്കണം. നിങ്ങളൊരു ഏതാണ്ട് ഒരു 140 to 200 റേഞ്ചിൽ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്ത് ചെയ്യാൻ പോകാൻ പറ്റും. 140 to 200 ആ റേഞ്ചിൽ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഇവൻ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ ആയിട്ടൊന്നും കിട്ടണമെന്നില്ല. ഇവൻ സെക്കൻഡ് തേർഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഇതുപോലെ നമ്മൾ പറയുന്ന നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിസിനൽ കെമിസ്ട്രി, ഗ്രീൻ കെമിസ്ട്രി, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ കെമിസ്ട്രി. ഈ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി പഞ്ചാബിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ നാനോ കെമിസ്ട്രി, ഇതൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ ഇത്രയും നമ്മൾ 5 യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, JNU, അതുപോലെ തന്നെ പഞ്ചാബ്, ഹൈദരാബാദ് എന്നൊക്കെ പറഞ്ഞു. അവരെ കൂടാതെ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 യൂണിവേഴ്സിറ്റിയാണ് AMU, ജാമിയ മില്ലിയ ഇസ്ലാമിയ അഥവാ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ജാമിയയും. ഈ രണ്ടും എന്തുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയി കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെയും എക്സാം CUTന്റെ അണ്ടറിലല്ല. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത്. CUTന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ് നേരത്തെ പറഞ്ഞ ഈ 5 എണ്ണം. ഓക്കെ, ഈ 2 എണ്ണം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റി അഥവാ AMU ആണെങ്കിൽ AMUവിൽ തന്നെ പോയി എഴുതണം. AMU മീൻസ് AMUവിന്റെ മെയിൻ ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്യുന്ന UPയിലാണ്, ഉത്തർപ്രദേശാണ്, അലിഗറിലാണ്. നിങ്ങൾ എന്ത് ചെയ്യണം അലിഗറിൽ തന്നെ എന്ത് ചെയ്യണം പോയി എഴുതണം. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾ എഴുതണമെങ്കിൽ, കെമിസ്ട്രിയുടെ എക്സാം എഴുതണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം അലിഗഡിന്റെ മെയിൻ ക്യാമ്പസ് ആയിട്ടുള്ള UPയിലുള്ള ക്യാമ്പസിൽ നിങ്ങൾ എന്ത് ചെയ്യണം പോയിട്ട് എഴുതണം. പ്രത്യേകം ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ AMU ജാമിയയും എന്താണ് രണ്ടിന്റെയും എക്സാം ഏതാണ്ട് ഒരു സെയിം ടൈമിലാണ് വരിക. ഏതാണ്ട് ഒരു 1 week 2 week ഗ്യാപ്പിലാണ് എന്തുണ്ടാവുക
എക്സാം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫസ്റ്റ് ജാമ്യം ദെൻ പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് AMU ഉണ്ടാകുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വട്ടം വന്നാൽ മതി, എന്നിട്ട് 2 എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ കോളേജിൽ ഒരു ചില്ലിംഗ് മൂഡൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു ടൂർ വൈബിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, അലിഗഡ് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വന്നിട്ട് ഡൽഹിയിൽ ഒന്ന് ഈ 2 എക്സാം ചെയ്തിട്ട് ഒരാഴ്ച 2 ആഴ്ച സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം. ആ ഒരു മൂഡ് പിടിച്ചിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ 4-5 ആൾക്കാർ നിങ്ങൾ ഫ്രണ്ട്സോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ചിൽ വൈബിൽ എന്ത് ചെയ്യും പോകും. ഒരു എക്സാമിനാ വന്നെന്നുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അപ്പിയർ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടിന്റെയും ഒരു സെയിം ടൈമിലാണ് എക്സാം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് വളരെ നോക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജാമ്യം മാത്രം അപ്ലൈ ചെയ്യും, AMU അപ്ലൈ ചെയ്യൂല, അല്ലെങ്കിൽ AMU മാത്രം അപ്ലൈ ചെയ്യും, ജാമ്യം അപ്ലൈ ചെയ്യൂല. ചിലപ്പോൾ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, അയ്യോ ഞാൻ അവിടെ പോകണ്ടേ നമുക്ക് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യൂല. ഇത് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി രണ്ടാമത്തെ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒറ്റ വട്ടം നിങ്ങൾ വന്നാൽ മതി. ഇത് നിങ്ങൾ ചീപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡൽഹിയിലും മറ്റോടത്തൊക്കെ നിങ്ങൾക്ക് റൂംസ് കിട്ടും. അപ്പോൾ അവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് വൃത്തിക്ക് പഠിച്ച് അടുത്ത എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ പോവാന്നുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞത്. ഈ 2 എക്സാം, AMUവിന്റെ എക്സാം ആണെങ്കിലും ജാമ്യയുടെ എക്സാം ആണെങ്കിലും രണ്ടും എന്താണ്, ഓഫ്ലൈൻ മോഡിലാണ് ഉണ്ടാവുക. മറ്റെല്ലാ യൂണിവേഴ്സിറ്റി അവർ CUTന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താണ്, ഓൺലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, എക്സാം എഴുതേണ്ടത്. ഇതെന്താണ്, ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ മീൻസ് നിങ്ങൾ അവരുടെ ക്യാമ്പസിൽ പോയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ എക്സാം എഴുതുന്നത് അതേപോലെ ഒരു പേപ്പറും പെന്നും തന്നിട്ട് ബബിൾ ചെയ്തിട്ട് ആണ് എക്സാം എഴുതുക. ഓക്കെ, AMUവിലാകുമ്പോൾ 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ജാമ്യയിലാകുമ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്താണ് 100 ആണ്. പിന്നെ ഡ്യൂറേഷൻ വരുന്നത് AMUവിൽ 90 മിനിറ്റ്സും മറ്റേ 105 മിനിറ്റ്സ് ആണ്. അത് നമ്മൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ക്വസ്റ്റ്യൻസ് വളരെ വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമിങ് കാര്യങ്ങളും നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AMUവിൽ 1 മിനിറ്റ് ആ സ്ലൈഡ് ഒന്ന് എടുക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കിംഗ് സിസ്റ്റത്തിൽ AMUവിന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മറ്റെല്ലാ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിന് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിസ്റ്റം എങ്ങനെയായിരിക്കും, ഫുൾ ഒബ്ജക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ MCQ അല്ലെങ്കിൽ MSQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. പക്ഷേ AMUവിൽ എന്തുണ്ടാവും, 10 ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്തോ ആവട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് ഇതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് നമ്മൾ ഓരോരോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വാക്കിൽ ഇങ്ങനെ എഴുതി വിടുന്നുണ്ട്. അപ്പോൾ അതേ സാധനം നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു 10 ക്വസ്റ്റ്യനും അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്തിരിക്കണം. അഥവാ നിങ്ങൾ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് 2-3 നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാലും ആ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, ബോധേടാവേണ്ട ഒരു കാര്യം തന്നെയാണ് നെഗറ്റീവ് മാർക്കിംഗ്. അറിയാത്ത കാര്യങ്ങൾക്ക് വെറുതെ പോയിട്ട് നിങ്ങൾ കറുപ്പിക്കാനോ അല്ലെങ്കിൽ ബബിൾ ചെയ്യാനോ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബബിൾ ചെയ്യാൻ. നെഗറ്റീവ് മാർക്കിംഗ് ഒരു ക്വസ്റ്റ്യൻ പോലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ ടോട്ടൽ മാർക്കിനെ എന്ത് ചെയ്യും, വളരെ ബാധിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഈ നേരത്തെ പറഞ്ഞ 5 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അത് കൂടാതെ വരുന്ന മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പേരാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ അഥവാ ഇവിടെയൊക്കെ കെമിസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കശ്മീർ, കർണാടക, ജാർഖണ്ഡ്, ജമ്മു, ഹിമാചൽ, ഹരിയാന, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഒരുപാട് മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇത് പറഞ്ഞ നമ്മൾ നേരത്തെ മുകളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഇതും എന്താണ്, മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലും രാജസ്ഥാൻ ഉണ്ട്. രാജസ്ഥാന്റെ പ്രത്യേകത എന്താ വെച്ചാൽ രാജസ്ഥാനിൽ BEd കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്, MSc വിത്ത് BEd ആണ്. ഓക്കെ, 3 ഇയർ കോഴ്സാണ്, അന്ന് ഓർത്ത് വെക്കണം, പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. രാജസ്ഥാനിൽ MSc വിത്ത് BEd ആണ്. നിങ്ങൾ MSc 2 ഇയർ MSCയും അതുപോലെ 1 ഇയർ BEd ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 3 വർഷത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BEd. ശരിക്കും നാട്ടിലൊരു BEd ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവൻ എവിടെ BEd ചെയ്യുകയാണെങ്കിലും 2 വർഷം എന്തായാലും എടുക്കും. അപ്പോൾ രാജസ്ഥാന്റെ കേസിലാകുമ്പോൾ 2 വർഷം MSc കഴിഞ്ഞാൽ 3rd ഇയറിൽ നിങ്ങൾക്ക് BEd കൂടി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSc വിത്ത് BEdന്റെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഓക്കെ, അത് ആ ഒരു കേസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുക്കണം. പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സാറേ ആ BEd ഹലോ ഹലോ പറയൂ സാറേ ആ BEd കേരള PSC അപ്രൂവ്ഡ് ആണോ? അതെ, അപ്രൂവ്ഡ് ആണ്. അപ്രൂവ്ഡ് ആണ്. ദെൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. കാരണം നമ്മൾ സൗത്ത് സൈഡിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയൊക്കെ. ദെൻ പോണ്ടിച്ചേരിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയുടെ സിലബസ് MS-ന്റെ സിലബസ് ആണ് കേട്ടോ, CUTന്റെ സിലബസ് എല്ലാം പറയുന്നത്. CUT സിലബസ് നിങ്ങൾ UG എന്താണ് നിങ്ങൾ പഠിച്ചത് അതിനാണ് നിങ്ങളുടെ CUTന്റെ സിലബസ്. MS-ന്റെ സിലബസ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ കുറച്ച് ഹാർഡ് മീൻസ് ഓർഗാനിക് കുറച്ച്
വളരെ മെക്കാനിക്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിലബസ് ആണ് എന്തുള്ളത് പോണ്ടിച്ചേരിയിൽ. അത് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിൻ്റെയും ഒരു സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ഓൺ ചെയ്തിട്ടാണ് അവരുടെ സിലബസ് ഉള്ളത്. അപ്പോൾ പോണ്ടിച്ചേരിൻ്റെ സിലബസ് കുറച്ച് ഹാർഡാണ്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ പോണ്ടിച്ചേരി. ഓക്കെ, പോണ്ടിച്ചേരി നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ്. ദെൻ നമ്മൾ CUT-ൻ്റെ ഒരു എക്സാം പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ദെൻ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജും ഉണ്ടാവും കേട്ടോ. ദെൻ ടോട്ടൽ ക്വസ്റ്റ്യന് 75 ആണ്. മാർക്ക് 300 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു. 75 ക്വസ്റ്റ്യൻസ് 300 ആയിരിക്കും മാർക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് മൾട്ടിപ്പിൾ MCQ ആണ്. MSQ ക്വസ്റ്റ്യന് നമ്മൾ ജാമിൽ ഉണ്ടാവും. ബട്ട് ഇൻ CUT-ൻ്റെ കേസിൽ എന്തില്ല, MSQ ഇല്ല. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് വരില്ല. ഡ്യൂറേഷൻ 105 ആണ് വരിക. മാർക്ക് സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ 4 മാർക്കും, ഇൻകറക്റ്റ് ആണെങ്കിൽ -1 ആയിട്ടാണ് എന്ത് ചെയ്യാം. അൺഅറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 0. ഓക്കെ, പിന്നെ ഇവിടെ കോഡാണ് ഉണ്ടാകുക. നിങ്ങളിപ്പോൾ എക്സാം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, CUT-ൻ്റെ എക്സാം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോഡാണ് ഉണ്ടാകുക. PGQP21 എന്ന് പറയുന്ന കോഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിൻ്റെ അവിടെ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം പറ്റും കോഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മസ്റ്റായിട്ടും കൊടുക്കേണ്ടി വരിക. അല്ലാതെ കെമിസ്ട്രി തരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കെമിസ്ട്രി കിട്ടൂല. അപ്പോൾ കോഡ് നോക്കേണ്ടത്, കെമിസ്ട്രിൻ്റെ കോഡ് PGQP21 ആണ്. ഫിസിക്സിന് വേറെ കോഡാണ്. അതുപോലത്തെ ഓരോന്നിനും ഓരോ കോഡാണ്. അപ്പോൾ കെമിസ്ട്രിൻ്റെ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ക്വസ്റ്റ്യൻസ് എന്താ വരിക എന്നാലും നമ്മൾ പറഞ്ഞ ഗ്രാജുവേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, നിങ്ങളോട് ചോദിക്കുക. ക്ലിയർ? ഇൻ സിലബസ് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അഥവാ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന സിലബസുകൾ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. കുറച്ചും കൂടി സിലബസ് ആഡ് ഓൺ ഉണ്ട്. ഇനോർഗാനിക്കിലാണെങ്കിലും ഓർഗാനിക്കിലാണെങ്കിലും ഫിസിക്കലാണെങ്കിലും അനലിറ്റിക്കലാണെങ്കിലും സിലബസ് കുറച്ചും കൂടി കൂടുതലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ അപ്പോൾ അതാണ് ഇനോർഗാനിക്കിലെ സിലബസും ഓർഗാനിക്കിലും എല്ലാ സിലബസും അവിടെ കൊടുത്ത കാര്യം. ദെൻ ഇനി സബ്ജക്റ്റ് വൈസ് ടോപ്പിക് ബ്രേക്ക് ഡൗൺ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു CUT എക്സാം എഴുതുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏതെന്നാണ് വരിക എന്ന് വെച്ചാൽ ഓർഗാനിക് എന്നാണ് വരിക. ഓർഗാനിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് മാത്രമല്ല, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും എന്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർഗാനിക്കത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകാം ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകുക. ദെൻ ഇനോർഗാനിക്കും ഫിസിക്കലും ഒരു സെയിം പോലെ എന്തുണ്ടാകും, എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓർഗാനിക്കാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഓർഗാനിക്കാണ്. ഓർഗാനിക്കിൽ മെക്കാനിക്സ് ഒക്കെ വരുന്ന ഒരുപാട് റിയാക്ഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ചോദിക്കാറുള്ളത്. നിങ്ങൾ വളരെ തല പുകച്ച് ആലോചിക്കേണ്ട. ഇപ്പൊ IITസിന്റെ കേസിൽ കുറച്ചും കൂടി ഹാർഡ് ആയിരിക്കും. പക്ഷെ CUT അത്ര ഹാർഡ് അല്ല ക്വസ്റ്റ്യൻസ് ഒന്നും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. ഓക്കെ, ഇനി ആഫ്റ്റർ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ജോബ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് എന്തെങ്കിലും ഒരു കെമിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് QC ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പല ഇൻഡസ്ട്രീസും നമുക്ക് കെമിസ്ട്രീസിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ജോബാണ് നിങ്ങൾക്ക് ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക. ജോബിൽ തന്നെ എന്തുണ്ട്, നേരത്തെ പറഞ്ഞത് ജോബിൽ QC അല്ലെങ്കിൽ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞത് ഇൻഡസ്ട്രീസിലുള്ള ജോബ്സ് ആണ്. അല്ലാതെ നിങ്ങൾക്ക് ടീച്ചിങ് ആയിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. BEd ഒക്കെ എടുത്തിട്ട് ടീച്ചിങ് ആയിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസർച്ച് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മൾ റിസർച്ചിൻ്റെ കേസിലാണ് നമ്മൾ IITസും CUTസും ഒക്കെ നല്ലൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റൊക്കെ നമ്മൾക്ക് MSc കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അവസാനത്തെ സെമസ്റ്ററിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടാകും. ആ പ്രൊജക്റ്റ് കുറച്ചും കൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. നമ്മൾ ഈ IITസിലാണെങ്കിലും അതുപോലെ തന്നെ CUT നിങ്ങൾ പഠിച്ച ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി പ്രൊജക്റ്റാണ് ഉണ്ടാവുക. ബട്ട് നാട്ടിലാകുമ്പോൾ ഒരു അത്യാവശ്യം ആയിട്ടുള്ളൊരു വളരെ നല്ലതുമല്ല എന്നാൽ മോശമല്ലാത്തുള്ള ഒരു മീഡിയം ലെവലുള്ള ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ കയ്യിലുണ്ടാകും. നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും നിങ്ങൾ UG പ്രൊജക്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതാണ് പറഞ്ഞത്, ആ ഒരു പ്രൊജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈവൻ നിങ്ങളൊരു റിസർച്ച് കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഈവൻ നിങ്ങൾക്ക് PhDയിലേക്ക് പോവുകയാണെങ്കിൽ പോവാം. ദെൻ MTech വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആഫ്റ്റർ MSc കെമിസ്ട്രി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MTech ചൂസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ CUT-നെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ IITസിനെ കുറിച്ചിട്ട് തന്നെ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഇവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട് CUT-ൻ്റെ കേസിലോ അല്ലെങ്കിൽ IITസിനെ കുറിച്ചിട്ടോ ജാമിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ചോദിക്കാൻ പറ്റും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ മെസ്സേജ് അയച്ചാലും മതി. Q&A സെഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
സാർ പറഞ്ഞില്ലേ രാജസ്ഥാനിൽ MSc പ്ലസ് BEd ചെയ്യുന്നുണ്ട്. ആ ഓക്കെ പറയൂ. ഇപ്പൊ രാജസ്ഥാനിൽ കിട്ടിയാൽ തന്നെ ഇപ്പം പുറത്തേക്ക് നല്ല സ്കോപ്പ് ഉണ്ടാവോ? പുറത്തെ ജോബ് എല്ലാം കിട്ടിയാല്? രാജസ്ഥാനിലോ? ആ ഇപ്പൊ എന്ന് പറഞ്ഞില്ലേ രാജസ്ഥാൻ MSc പ്ലസ് BEd ചെയ്യുന്നുണ്ട് അവിടെ. അതെ. ആ ആ ആ അപ്പൊ അത് അവിടെ ചേർന്ന് പഠിക്കാൻ വിചാരിച്ചു. അപ്പൊ അത് പുറത്തേക്ക് നല്ല സ്കോപ്പ് ഉണ്ടാവോ? ഡെഫിനറ്റ്ലി. എന്ത് ഡൗട്ട് എന്താ? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പൊ എവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാലും പുറത്തേക്കുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അലുമിനീസിന്റെ കുറച്ച് സ്ട്രോങ് അലുമിനീസ് ഒക്കെ ഉള്ളത് ഈ പറഞ്ഞ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത 5 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതും പിന്നെ AMU ജാമിയ ഇവിടെയാണ് കുറച്ചുകൂടി അലുമിനീസ് കുറച്ചുകൂടി കൂടുതൽ കണക്ഷൻ ഉണ്ടാകുക പുറത്തുള്ള അഥവാ എബ്രോഡും കാര്യങ്ങളൊക്കെ അലുമിനീസ് കൂടുതലുള്ളത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതൽ ഉണ്ടാവുക. അത് ചെയ്തിട്ട് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതല്ല. അപ്പൊ ഇവിടെ കണക്ഷൻ കൂടുതൽ കിട്ടാൻ കാരണം കിട്ടുക ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ്. ബട്ട് നിങ്ങളിപ്പോൾ ഒരു സെൻട്രൽ ഈവൻ എന്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നാട്ടിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് ആണെങ്കിലും ഓക്കെയാണ്. ഞങ്ങൾക്ക് ചാൻസ് വളരെ കൂടുതലാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി നാട്ടിലത്തെ പോലെയല്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് അതിൽ പേടിക്കാനൊന്നുമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. സർ, ഈ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഉണ്ടാവോ? CUT-ന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് വരും, സ്കോർ കാർഡ് വരും. സ്കോർ കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും പോർട്ടലുകൾ ഓപ്പൺ ആകും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളൻ്റെ പോർട്ടൽ, തമിഴ്നാടിൻ്റെ പോർട്ടൽ ഓപ്പൺ ആകും. ഇത് ഞാൻ പറയുന്നത് CUT-ന്റെ കേസിലായിട്ട്. നമ്മുടെ AMU ജാമ്യം മാറ്റി എടുത്തിട്ട് ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത്, CUT-ന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പോർട്ടലുകൾ ഓപ്പൺ ആകും. പോർട്ടലുകൾ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും അവർ കാര്യങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തതിന് പിന്നെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അഡ്മിഷൻ എടുത്തതിൻ്റെ ചിലപ്പോൾ നിങ്ങൾ അവിടെ എത്തിയിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ പോലെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ അത് വലിയൊരു കാര്യമായിട്ടൊന്നുമില്ല. ഇന്റർവ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഫിസിക്കൽ വെരിഫിക്കേഷൻ നമ്മുടെ സാധനം ഉണ്ടാവും. അത് കൗൺസിലിംഗ് പോലെയാണ് ഉണ്ടാകുക. ജസ്റ്റ് എന്ത് ചെയ്യുക? അതൊന്നുമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഒന്ന് വെരിഫൈ ആക്കും എന്നല്ലാതെ വേറൊരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്? പിന്നെ സ്പോട്ട് അഡ്മിഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രിയിലൊക്കെ ചെയ്ത പോലെ സ്പോട്ട് അഡ്മിഷൻ ഒക്കെ ഇവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ യൂണിവേഴ്സിറ്റി സൈറ്റിൽ എന്ത് ചെയ്യും? അവർ ആ സമയത്താകുമ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നോക്കിയാൽ മതി. ഈവൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ +2 അഡ്മിഷൻ എടുത്ത് അതേപോലെ ഡിഗ്രിക്ക് അഡ്മിഷൻ അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുക. ഓക്കെ. ചാറ്റ് ബോക്സിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഒന്ന് ഓക്കെ. അഡ്രസ് ചെയ്യാമോ? ഞാൻ കണ്ടൊരു ക്വസ്റ്റ്യൻ പ്ലേസ്മെന്റ് കാര്യമായിരുന്നു. പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NITs IITs കൊടുക്കുന്ന പ്ലേസ്മെന്റിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും. പക്ഷെ പ്ലേസ്മെന്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ ഇപ്പൊ ഞാൻ പിന്നെ എന്റെ എക്സാംസിന് കേസിലാകുമ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതാണ് ക്ലിയർ ആയില്ല. എക്സാംസിന് സർ, എങ്ങനെയാണ് എക്സാംസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? എക്സാമിന് എന്ന് പറഞ്ഞാല് പ്രിപ്പയർ ചെയ്യാന് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ IIT ജാം ആണെങ്കിലും CUET ആണെങ്കിലും എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലോണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് ഫിസിക്കൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ ഇപ്പൊ എല്ലാ ചാപ്റ്ററും കൂടെ പഠിക്കേണ്ടതില്ല. ഇപ്പൊ ഏത് എക്സാം ആണെങ്കിലും എല്ലാ ചാപ്റ്ററും കൂടെ പഠിക്കേണ്ടതില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സ്ട്രോങ് ആയിട്ടുള്ളത് ആ ടോപ്പിക്കിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ പ്രാക്ടീസ്ഡ് ആവും. ഇത്തരം ക്വസ്റ്റ്യൻസിലോട് പ്രാക്ടീസ് ആവും. പിന്നെ ആ ടോപ്പിക്ക് നന്നായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. ഞാൻ പറയുന്നത് ഏകദേശം ഇപ്പൊ CUET ഇപ്പോ 2023 ഒക്കെ കുറെ മുമ്പത്തെ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. CUET ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പാറ്റേൺ കിട്ടും.
പിന്നെ ഇങ്ങനെ കുറെ എന്താണ് നമുക്ക് ജാം ആണെങ്കിലും നിങ്ങൾ മാക്സിമം ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ എക്സാമുകളിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് സോൾവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ എക്സാംസും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് മാത്രമാണ് എന്താണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെയല്ല, MCQ കുറച്ചും കൂടെ ഫെമിലറൈസ് ചെയ്യണം പോകുന്നതിന് മുമ്പ്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം എൻലേൺ നോക്കുകയാണെങ്കിൽ എൻലേൺ എന്താണ് ടെസ്റ്റ് ഇടുന്നുണ്ട്, ഇപ്പം വീക്ക്ലി ടെസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ എക്സാം ആവുന്ന സമയത്ത് ഫുൾ ലെങ്ത് ടെസ്റ്റ് ഇടാറുണ്ട്. പിന്നെ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ചാപ്റ്റർ വൈസ് യൂണിറ്റ് എക്സാംസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എക്സാംസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏതാണോ തെറ്റത് അതിനനുസരിച്ച് ഇങ്ങനെ നോക്കി ചെയ്യാൻ പറ്റും. പിന്നെ ഈ CUET നോക്കുകയാണെങ്കിൽ അധികവും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, ഈസി ആയിട്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. CUET അത്ര ടഫ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം. ദെൻ ഫീസിന്റെ കാര്യം ആരോ ചോദിച്ചിരുന്നു. ഫീസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഫീസ് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ടു IIT കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ് IITs വെച്ച് നോക്കുമ്പോൾ CUT പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറവാണ് എന്തുണ്ടാകുക ഫീസ് ഉണ്ടാകുക. പക്ഷെ അത് ഡിപ്പെൻഡ് ഓൺ യൂണിവേഴ്സിറ്റി ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഞാൻ അവിടെ പഠിച്ച ആളായതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ചീപ്പാണ് എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിന്റെ ഫീസ് എന്ന് പറയുന്നത്. ഓരോ ഇയർ കൂടുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ ചിലപ്പോൾ ഒരു 12,000 അങ്ങനെയൊന്നുമാണ് അടക്കേണ്ടി വരിക. ദെൻ സെക്കൻഡ് ഇയറിലാകുമ്പോൾ ഒരു 6,000 അത്ര ഉള്ള നിങ്ങൾ അക്കാഡമിക് ഫീ ആയിട്ട് വരുന്നത്. ദെൻ പിന്നെ മന്ത്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡിന് അവർ മാത്രമേ ഫീ മേടിക്കുന്നു, അല്ലാതെ എന്താണ് നിങ്ങൾക്ക് എന്തില്ല അക്കോമഡേഷൻ ഫീസ് ആയിട്ടില്ല. അതും ഫുഡിന് എത്രയേ വരുന്നുള്ളൂ, മന്ത്ലി 1,400 എന്തേ വരുന്നുള്ളൂ. അത് ഞാൻ അലിഗഡ് പഠിച്ചുകൊണ്ട് എനിക്ക് അറിയുന്ന കാര്യം കൊണ്ട് ഞാൻ പറയുന്നത് 1,400 വരുള്ളൂ. അത്ര വളരെ ചീപ്പാണ് എന്തെന്ന് പറയുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ കേസിൽ. ദെൻ അതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് BHU നല്ല ഫീസ് കുറവാണ്. ഈവൻ അലിഗഡിനെക്കാട്ടും കുറവാണ് എന്തെന്ന് പറയുന്നത് BHUവിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ കമ്പാരിറ്റീവ്ലി മറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറച്ചുകൂടി ഫീസ് കൂടുതലുണ്ടാവും, എന്നാലും വളരെ കൂടുതലൊന്നും ഉണ്ടാവില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലേ, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ചൊരു കൂടുതലുണ്ടാവും. പക്ഷെ ഇവൻ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ് ഉണ്ടാകുക. IITsന്റെ കാര്യം തന്നെ ഞങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ പറയും. IITസും NITസും നോക്കുകയാണെങ്കിൽ IITs NITs അതുപോലെ തന്നെ ഐസർ നൈസർ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഫീസ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫീസ് ഉണ്ട്, ട്യൂഷൻ ഫീ ഉണ്ട്. ഏകദേശം അത്യാവശ്യം ഒരു വലിയ എമൗണ്ട് ഉണ്ട് വെൻ കമ്പയർഡ് ടു CUET ഒക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഞാൻ പറയുന്നത് അത് വർത്ത് ആണ്, നമ്മൾ കൊടുക്കുന്നതിന് വർത്ത് ആണ്. കാരണം നമ്മുടെ പ്രൊഫൈൽ കുറച്ചും കൂടെ ബിൽഡപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോ കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് ഒരിക്കലും ഒരു ഇതായിട്ട് നിങ്ങൾ അങ്ങനെയല്ല, അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോവാന്നുള്ളതാണ്. ഫീസ് ഉണ്ട്, ഇപ്പൊ ഹോസ്റ്റൽ ആയാലും മറ്റേ ട്യൂഷൻ ഫീ ആയാലും അത്യാവശ്യം ബാക്കിയുള്ളത് വെച്ച് CUET ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഷനിൽ പറഞ്ഞതുപോലെ വളരെ ഫീസ് കുറവായിരിക്കും. അങ്ങനെയല്ല IITസും NITസും IISc ആയാലും. പക്ഷെ കൊടുക്കുന്നതിന് ഉള്ള ഒരു ടാഗ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കുറച്ചും കൂടെ ബിൽഡപ്പ് ആവും, നമ്മുടെ CV കുറച്ചും കൂടെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ആവും. പിന്നെ പുറത്ത് ഇപ്പൊ PhD ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഓപ്റ്റ് യൂണിവേഴ്സിറ്റീസ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ എന്താണ് നമ്മളെ കുറച്ചും കൂടെ നോട്ട് ചെയ്യും, അല്ല നമ്മൾ ഇത്തരം യൂണിവേഴ്സിറ്റീസിലാണ് പഠിച്ചതെങ്കിൽ. പിന്നെ നല്ലൊരു സ്ട്രോങ് അലൂമിനീസ് ഉണ്ടാവും. ഷനിൽ ഓൾറെഡി പറഞ്ഞതുപോലെ IITs NITs നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് അലൂമിനീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കണക്ഷൻസ് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ പ്രൊഫസേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഫസേഴ്സിന്റെ കണക്ഷൻസ് വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആ കൊളാബറേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്ലേസ്മെന്റ്സിനെ കുറിച്ച്. പ്ലേസ്മെന്റ്സ് കൂടുതൽ വരുന്നത് ഇത്തരം യൂണിവേഴ്സിറ്റീസിലേക്കാണ്, IITസും NITസിലേക്കുമാണ്. ഐസേഴ്സിൽ പ്ലേസ്മെന്റ് ഇല്ല. ഐസേഴ്സിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് ഐസേഴ്സ് കിടക്കുന്നത്. IITയും NITയും നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ ടെക്കിലായാലും പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ, പിന്നെ ഫാർമ കമ്പനീസ്, പിന്നെ ടീച്ചിങ്.
നമ്മുടെ ഈ അലൻ, പിന്നെ ആകാശ്, പിന്നെ ശ്രീ ചൈതന്യ, അങ്ങനെ നാരായണ, അങ്ങനത്തെ ഒക്കെ പറഞ്ഞ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ സൈലം, എക്സാമിനർ, അങ്ങനത്തെ കുറെ എന്താണ് എഡ്ടെക് കമ്പനീസ് ഉണ്ട്. അവിടേക്കൊക്കെ പ്ലേസ്മെന്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പാക്കേജിലാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, എന്റെ ക്ലാസ്സിലെ 4 കുട്ടികൾ ഇന്ത്യയിൽ പ്ലേസ്ഡ് ആയി വിത്ത് പാക്കേജ് 27 LPA പെർ ഇയർ 27 ലാക്കുള്ള പാക്കേജിലാണ് പ്ലേസ്ഡ് ആയത്. പിന്നെ 2 പേര് MRFിൽ പ്ലേസ്ഡ് ആയി. അപ്പൊ അവർക്കൊക്കെ വെറും MSc കൊണ്ട് നമുക്ക് ഇത്തരം സ്ഥലത്തേക്ക് എത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ പ്ലേസ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് വന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരിക്കലും MSc കെമിസ്ട്രി സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നില്ല, അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ബിടെക്കിന് ഹയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അങ്ങനെ കിട്ടിയ ഒരു പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് എവിടെ ഉണ്ട്? ഈ ടോപ്പ് ടയർ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചാലുണ്ട്. ഓക്കെ, അപ്പോ ഫീസ് ഇസ് വർത്ത് ദി ഹൈപ്പ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് പറയാനുള്ളത്. പിന്നെ ഷനീലിനോട് ചോദിച്ചിട്ടുണ്ട് PhD ഓർ ജോബ് ആഫ്റ്റർ MSc. PhD ഞാൻ PhD എൻജോയ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം താല്പര്യം എടുത്തതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ജോബ് നമുക്ക് ഈ PhD കഴിഞ്ഞാൽ നമുക്ക് ജോബിലേക്ക് പോവാം. ബട്ട് നമ്മൾ ഒന്നും കൂടി സെറ്റിൽഡ് ആവാന്നുള്ള മൈൻഡില് PhD ഓക്കെ, കുഴപ്പമൊന്നുമില്ല. വർക്ക് നമ്മളിപ്പോ സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളൂ. നമ്മളെ എക്സാം, കോംപ്രിഹെൻസീവ് എക്സാം എന്ന് പറഞ്ഞ എക്സാം ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോ വർക്കിലേക്ക് പോകുന്നു. ഇത്രേ ഉള്ളൂ. നിങ്ങൾ സ്യൂട്ടിന്റെ കാര്യം അതുപോലെ തന്നെ ജാമിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഹലോ ഹലോ മിസ്, ആ NIT കാലിക്കറ്റ് ഫീസ് സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു തരുമോ? NIT കാലിക്കറ്റിൽ ഏകദേശം ഒരു 2 വർഷം പഠിക്കണമെങ്കിൽ ഏകദേശം ഒരു 2.5 to 3 ലാഖിന്റെ അടുത്ത് ആവുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീ. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 15ന്റെ അടുത്തൊക്കെ ട്യൂഷൻ ഫീ വരുന്നുണ്ട്. ട്യൂഷൻ ഫീ പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്ര വരുന്നുണ്ട്. ഇപ്പൊ ഒരു 2.5 ലാക്ക് 3 ലാഖിന്റെ അടുത്ത് 2 വർഷം വരുന്നുണ്ട്. അങ്ങനല്ല, ഫീസ് ഉണ്ട്. NIT ആണെങ്കിലും IIT ആണെങ്കിലും. IITയിലും ഇതേ ഒരു ഫീസ് സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു 2 വർഷം ഒരു 3 ലാഖിന്റെ അടുത്ത് ആവും, ഹോസ്റ്റൽ അടക്കം. ഹോസ്റ്റൽ അല്ലാണ്ട് ഇപ്പൊ PG ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പം ഹോസ്റ്റൽ ക്യാമ്പസിന്റെ അതേ ഹോസ്റ്റൽ നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരു പെർ ഡേ 180 ഒക്കെ വരുന്നുണ്ട് ഫുഡിനൊക്കെ. അപ്പൊ കുറച്ച് എക്സ്പെൻസീവ് ആണ് IITs NITs നോക്കുകയാണെങ്കിൽ. എല്ലാ സ്ഥലത്തും ഒരുവിധം ഏകദേശം ആ ഒരു മെനു ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ MSc IITയിൽ പഠിച്ചാൽ ഒരിക്കലും എന്താണ് അബ്രോഡ് PhD മാത്രമല്ല ഓപ്ഷൻ ഉള്ളത്, വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറെ കമ്പനീസിലേക്ക് എന്താണ് പ്ലേസ്മെന്റ് വരുന്നുണ്ട്. പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോയിട്ട് അല്ലാണ്ട് നമുക്ക് ഈ ഫാർമ കമ്പനീസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. കുറെ കമ്പനീസ് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം റിസർച്ച് ആണ് മൈൻഡ് എങ്കിൽ യു ക്യാൻ ഗോ ഫോർ PhD. അത് അബ്രോഡ് ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യും. പക്ഷെ ഈ IITസിൽ ചെയ്തത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ചും കൂടെ സബ്ജക്ട് കൂടുതലായിട്ട് അറിയും, നമുക്ക് കുറച്ചും കൂടെ നല്ല നമ്മൾ പറയാം വിവരം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ MSc കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പേപ്പർ ഒക്കെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും IITs ഒക്കെ ആണെങ്കിലും. നമ്മൾ നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം MSc പ്രോജക്റ്റ് നന്നായിട്ട് ചെയ്യണം. അങ്ങനെയല്ല, MSc പ്രോജക്റ്റ് അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്രൊഫൈൽ കുറച്ചും കൂടെ എന്താണ് ഔട്ട്സ്റ്റാൻഡ് ചെയ്യും ബാക്കിയുള്ളവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞാല് കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. MSc ഇപ്പം IITs NIT അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നിന്ന് കഴിയുകയാണെങ്കിൽ നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം B.Ed ആണ് പോകുന്നുണ്ടെങ്കിൽ B.Edന് പോവാം, അബ്രോഡ് PhD ആണെന്ന് അബ്രോഡ് PhD നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ കമ്പനീസിലേക്ക്, പിന്നെ ഫാർമ കമ്പനീസിലേക്കൊക്കെ Q&A, QC അനലിസ്റ്റ് അതുപോലത്തെ അങ്ങനെ കുറെ പോസ്റ്റുകൾ ഉണ്ട്.
പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് കുറെ ജോബ്സ് ഉണ്ട്. ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് കുറെ സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ BARC, പിന്നെ DRDO, പിന്നെ പിന്നെ അങ്ങനെ മറ്റേ CSIR ലാബ്സ്, അവിടെയൊക്കെ സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് മതി, MSc കെമിസ്ട്രി മാത്രം മതി. ഇപ്പൊ ബാർക്കിലേക്കൊക്കെ സയന്റിഫിക് ഓഫീസർ ആയിട്ടും സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ടും അങ്ങനത്തെ കുറെ പോസ്റ്റുകൾ ഉണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞ വർഷം കുറെ PSC എക്സാംസ് വിളിച്ചു MSc കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ ഉള്ളത്. അതൊക്കെ നമ്മൾ എവിടെ പഠിച്ചെന്നോ അവർ നോക്കുന്നില്ല. അവരെന്താണ് നമ്മുടെ പ്യോർലി നമ്മുടെ മെറിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ എക്സാമിനെ മെറിറ്റ് വെച്ച് മാത്രം എടുക്കുന്ന ഒരു സാധനമാണ്. അവിടെ നമ്മൾ എവിടെ പഠിച്ചതൊന്നും നോക്കൂല. അപ്പൊ ആ എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച നമുക്ക് കുറച്ചും കൂടെ സബ്ജക്ട് നോളജ് ഉണ്ടാവും. അപ്പൊ ക്വാളിഫൈ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഈ എന്താണ് ഗേറ്റും ജാമും ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം സ്റ്റേറ്റ് കേരള PSC എക്സാംസ് ഒക്കെ എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ ഈ MSc കെമിസ്ട്രി കഴിഞ്ഞാൽ കുറെ ഇങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഗവൺമെന്റിലായാലും സ്റ്റേറ്റ് ഗവൺമെന്റിലായാലും സെൻട്രൽ ഗവൺമെന്റിലായാലും. പിന്നെ അതേപോലെ തന്നെ വേറെ കുറെ പ്രോജക്ട് പൊസിഷൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ. പിന്നെ പ്രൊജക്ട് അസോസിയേറ്റ്, അങ്ങനത്തെ കുറെ പോസ്റ്റുകൾ ഉണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റിൽഡ് ആയി തന്നെ വേണമെങ്കിൽ പറയാം. ബാർക്കിലൊക്കെ ബാർക്ക്, അതേപോലെ തന്നെ DRDO, CSIR ലാബ്സിലൊക്കെ നിങ്ങൾ സയന്റിസ്റ്റ് പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ISRO വരെ കെമിസ്ട്രിക്കാർക്ക് അവിടെ വെറും MSc കെമിസ്ട്രി മതി. നമുക്ക് PhD കാര്യങ്ങളൊന്നും വേണ്ട. ഈ സയന്റിഫിക് ഓഫീസർ പോസ്റ്റിലേക്ക് MSc കെമിസ്ട്രി മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിയണം. പിന്നെ വേറൊരു ഇപ്പൊ ബാർക്കിലൊക്കെ MSc ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് എന്ന് പറഞ്ഞാല് 2 ഇയർ കോഴ്സാണ്. നിങ്ങൾക്ക് BSc കഴിഞ്ഞ പാട് ചെയ്യാൻ പറ്റും. ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡും ഉണ്ടാവും. പിന്നെ അവിടെ ഷുവർ പ്ലേസ്മെന്റാ. നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ബാർക്കിന്റെ ഹോസ്പിറ്റൽസിൽ, എന്താണ് ഹോമി ബാബ ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് എന്താക്കും പ്ലേസ്ഡ് ആവാൻ പറ്റും. എത്ര മന്ത്ലി സ്റ്റൈപ്പൻഡ് എത്രയെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പിന്നെ ട്യൂഷൻ ഫീ കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ചിലപ്പം ഞാൻ വരെ അറിയാത്തൊരു കോഴ്സാണത്. ഇപ്പൊ ഞാൻ പിന്നെ ഇന്റേൺഷിപ്പിന് പോയ സമയത്താണ് അങ്ങനെ ഒരു കോഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടാം. അതിനൊക്കെ എന്ന് പറഞ്ഞാല് അവര് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവര് നോട്ടിഫിക്കേഷൻ വിടും. എന്നിട്ട് ഇന്റർവ്യൂസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അവിടെ എടുക്കുന്നത്. അങ്ങനെ പല പല കോഴ്സുകളും ഓപ്പർച്യൂണിറ്റീസും MSc കഴിഞ്ഞാലുണ്ട്. മെയിൻ തിങ് ഇസ് വി ഹാവ് ടു എക്സ്പ്ലോർ ഓൾ ദീസ് തിങ്സ്. നമ്മൾ അറിയാണ്ട് പോകാൻ പാടില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? തന്നെ മെൻഷൻ ചെയ്തിരുന്നു നമ്മള് IITസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈവൻ അത് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ കേസിലും ഓക്കെയാണ് കേട്ടോ. നിങ്ങൾ 4th സെമ്മില് MScന്റെ 4th സെമസ്റ്ററിൽ നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യും. ആ പ്രൊജക്ട് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അതൊരു പേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ MSc കഴിയുമ്പോഴത്തേക്കും ഒരു പേപ്പറും കൂടി നിങ്ങളുടെ കയ്യിൽ വരാനുള്ള ചാൻസ് കൊടുക്കുന്നു. IITസിൽ അത് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ CUT നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കയറിക്കാനും അതേ സാധനം നമുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഏതാണോ ഇപ്പൊ ഇപ്പൊ എന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അലിഗർ പഠിച്ചു കഴിഞ്ഞിട്ട് അലിഗറിൽ ഞാൻ ചെയ്തത് ഞാൻ ഓർഗാനിക് കെമിസ്ട്രി ആണ് സ്പെഷ്യലൈസേഷൻ. ഞാൻ ഓർഗാനിക്കിൽ എന്ത് ചെയ്തു, സെമസ്റ്ററിൽ ഒരു പ്രൊജക്ട് ചെയ്തു. ബട്ട് അതല്ല ഞാൻ എന്താക്കിയത്, ഒരു പേപ്പർ ആക്കാൻ വേണ്ടി നോക്കിയത്. ഞാൻ എന്ത് ചെയ്തു, വേറൊരു സാറെ കണ്ട് സാർ ആണോ? ഓഡിബിൾ ആണോ? ഓക്കെ. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ 2 പേപ്പറും ഈവൻ നമുക്ക് എന്താണ് ഒരു MSc കഴിഞ്ഞപ്പോ തന്നെ ഒരു കയ്യിൽ 2 പേപ്പർ ഇപ്പൊ അണ്ടർ റിവ്യൂ കിടക്കുകയാണ്. ഇപ്പൊ 2 പേപ്പറും കൂടി നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെയും കൊടുക്കുന്നുണ്ട്. നമ്മൾ CUT ത്രൂ നമുക്ക് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കയറി കഴിഞ്ഞാൽ അവരും നല്ലൊരു റിസർച്ച് കരിയർ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയുള്ള അവസരം നൽകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ മേ ബി നടക്കാൻ ചാൻസ് ഇല്ല ഈ കാര്യങ്ങളൊന്നും, ഈ ഒരു
MSc കഴിയുമ്പോഴത്തേനും ഒരു പബ്ലിക്കേഷൻ ഉള്ള കാര്യമൊക്കെ അത് നിങ്ങൾക്ക് ഈവൻ ഈ IITസിലും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറി കഴിഞ്ഞാൽ നടക്കുന്നുള്ള കാര്യങ്ങളൊന്നും മെയിനായിട്ട് നിങ്ങൾ റിസർച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഹോപ്പ്ഫുള്ളി എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടോ ആർക്കെങ്കിലും ചോദിക്കാൻ വേണ്ടി? ഐ തിങ്ക് എല്ലാം ക്ലിയർ ആയെന്ന്. സോ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ആർക്കെങ്കിലും ഒന്നും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്തെങ്കിലും ആർക്കെങ്കിലും ബാക്കിയുണ്ടോ ഡൗട്ട്സ് എന്തെങ്കിലും? ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് BSc തേർഡ് ഇയർ മുതൽ നമുക്ക് എഴുതാൻ പറ്റും. ഗേറ്റ് എക്സാം വെച്ചിട്ട് നമുക്ക് MTechനേക്കുള്ള അഡ്മിഷൻ, ഇപ്പം MTech നാനോ ടെക്നോളജി, പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അങ്ങനെ കുറെ MTech കോഴ്സസ് ഉണ്ട്. കെമിസ്ട്രിക്കാർക്ക് എടുക്കാൻ പറ്റിയ കുറെ MTech കോഴ്സ് ഉണ്ട്. അപ്പോൾ MScക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് MTech എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ഷനില് പറഞ്ഞല്ലോ. അപ്പൊ ഈ MTechനേക്കുള്ള അഡ്മിഷൻ ആണ് മെയിൻ ആയിട്ട് ഗേറ്റ് ത്രൂ ചെയ്യുന്നത്. CCMN എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് ഈ MTechന്റെ അലോട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമ്മൾ ഈ NITസിലേക്ക് ജാം ത്രൂ എടുക്കുന്ന അതേ ഏജൻസിയാണ് MTechനും അഡ്മിഷൻ എടുക്കുന്നത്. പിന്നെ ഈ ഗേറ്റിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ, ഗേറ്റിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ജാമിന്റെ അതേ പാറ്റേൺ തന്നെയാണ്. MCQ ഉണ്ടാവും, MSQ ഉണ്ടാവും, അതേപോലെ തന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഗേറ്റ് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അങ്ങനെയല്ല, വെൻ കമ്പയർഡ് ടു ജാമിനേക്കാൾ കുറച്ചും കൂടെ ടഫ്നെസ് ലെവൽ കൂടുതലാണ്. പക്ഷെ ക്വാളിഫൈ ചെയ്യാൻ ഭയങ്കര ഈസിയുമാണ്. അങ്ങനെയല്ല, കട്ട് ഓഫ് വരുന്നത് ഏകദേശം 25 to 30 ആ റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് നോർമലി വരിക. അപ്പം 2024 നോക്കുകയാണെങ്കിൽ ഏകദേശം 27 ആ റേഞ്ചിലാണ് വന്നത്. അത് പിന്നെ 25 ആയപ്പം വീണ്ടും കുറഞ്ഞു. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പക്ഷെ ഗേറ്റ് സ്കോർ വെച്ചിട്ട് നമുക്ക് എന്താണ് PhD അഡ്മിഷന് പറ്റും. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് ഉള്ള കോളേജസിൽ ഗേറ്റ് സ്കോർ വെച്ചിട്ട് PhDക്ക് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. IITസിലായാലും NITസിലായാലും ഗേറ്റ് സ്കോർ വെച്ചിട്ട് നമുക്ക് PhDക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ഉണ്ട്. ഈ ബാർക്ക്, BARC, DRDO, CSIR, പിന്നെ ISRO, പിന്നെ അതേപോലെ തന്നെ ബെയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് കയറ്റുന്നത്. ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് അവർ എക്സാംസ്, ഫോർ എക്സാമ്പിൾ അവരെ ഇന്റർവ്യൂവിന്റെ ഒരു ക്രൈറ്റീരിയ ആയിരിക്കും. ബാർക്കിന്റെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു OCS എക്സാം ഉണ്ട്. അത് ത്രൂ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ വെച്ചിട്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ടോപ്പ് 400 റാങ്ക്സിലൊക്കെ വരികയാണെങ്കിലാണ് ഇത്തരം ജോബ് കിട്ടാൻ കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ളത്. പിന്നെ IOCL എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അത് നമ്മൾ അവിടെയൊക്കെ ഈ QC അനലിസ്റ്റ് ആയിട്ടും സയന്റിസ്റ്റ് പോസ്റ്റിലേക്കൊക്കെ ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് കയറുന്നത്. IOCL നോക്കുകയാണെങ്കിൽ 2 year എക്സ്പീരിയൻസും വേണം. പിന്നെ അതേപോലെ തന്നെ HPCL അവിടെയൊക്കെ ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് അവർ സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് കയറ്റുന്നത്. ഗേറ്റ് എക്സാം ബേസിക്കലി നമ്മുടെ ഇതേ സിലബസ് തന്നെയാണ് വരിക. നമ്മുടെ ഈ BSc സിലബസ് അല്ല, കുറച്ചും കൂടെ ഹയർ ലെവൽ സിലബസ് ആണ്. പക്ഷെ എന്നാലും
നമ്മൾ ഈ ജാം ലെവലിലൊക്കെ പഠിച്ചാൽ സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷമാണ് വാലിഡിറ്റി ഉണ്ടാവുക ഗേറ്റ് സ്കോർ വെച്ച്. ഇപ്പൊ നിങ്ങൾ BSc സമയത്ത് നിങ്ങൾ ഗേറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSc കഴിയുന്ന സമയത്ത് അപ്പോൾ എവിടെയെങ്കിലും PhD ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ നോക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഗേറ്റിനെ കൊണ്ട് കുറെ ഉപകാരങ്ങളുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ നമുക്ക് കുറെ ഉപകാരങ്ങളുള്ള ഒരു സാധനമാണ് ഗേറ്റ്. പിന്നെ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് കോർപ്പറേറ്റ് എന്താണ് നോർമൽ കമ്പനീസിലേക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഗേറ്റ് സ്കോർ വാലിഡ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ NUS നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ, അതേപോലെ തന്നെ NTU എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ വാലിഡ് ഗേറ്റ് സ്കോർ വെച്ചിട്ട് നമുക്ക് PhDക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പുറമെ അബ്രോഡ് PhDക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഗേറ്റ് അങ്ങനെയല്ല. ഗേറ്റ് എന്ന് പറഞ്ഞ ഈ ഇന്ത്യന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇപ്പം അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുന്ന എക്സാംസ് ആണ്. ഇപ്പൊ നെറ്റ് ആയാലും ഗേറ്റ് ആയാലും കുറെ സ്റ്റുഡൻസ് എഴുതുന്ന എക്സാമാണ്. ബാക്കിയുള്ള കൺട്രീസിലൊന്നും അത്ര കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ CV ഇത് വെക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് ഇത്തരം ഇതൊക്കെ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഗേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സിലബസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, എളുപ്പമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രാക്ടീസ് ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ അവൈലബിൾ ആണ്. പിന്നെ അതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഏകദേശം ജാമിന്റെ മുമ്പത്തെ ആഴ്ച അങ്ങനെയാ വരിക പൊതുവെ, ഒന്നല്ലെങ്കിൽ ജാമിന്റെ തൊട്ട് മുമ്പത്തെ ഞായറാഴ്ച അങ്ങനെയാണ് പൊതുവെ ഗേറ്റ് എക്സാം വരിക. ആ ഫെബ്രുവരി ആ ടൈമിൽ തന്നെയാണ് ഗേറ്റും വരിക. PYQ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരലുണ്ടോന്ന് ചോദിച്ചാല് അങ്ങനെ സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ കാണൂല, പക്ഷെ പാറ്റേൺ സിമിലർ ആയിട്ട് കാണാറുണ്ട്. പാറ്റേൺസ് ഒക്കെ സിമിലർ ആയിട്ട് കാണാറുണ്ട്. മെയിൻ ആയിട്ട് ഈ PYQ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക് കുറച്ചും കൂടെ ഫെമിലർ ആവും. പിന്നെ എന്താണ് നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഇപ്പോ ചില സമയത്ത് ഇപ്പോ CUET-ന്റെ ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ CUET-ന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ജാമിയ മിലിയ AMU ഒക്കെ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചിലത് വന്ന് കണ്ടിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ വരും എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ സ്കില്ല് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ. സോ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അഡ്രസ് ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് ഓൾറെഡി 1 hour നമ്മുടെ ഈ സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ POT, PG, കെമിസ്ട്രി, ഓൾസോ MSc കെമിസ്ട്രിയിലെ സാധ്യതകളും PhD കെമിസ്ട്രി സാധ്യതകളും ഒക്കെ 2 സ്പീക്കേഴ്സും വളരെ ലൈവായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. So thank you so much ഫാത്തിമ ആൻഡ് ഷനിൽ. നമുക്ക് മീറ്റിംഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.